റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡ് ആണ് റിയൽമി ബഡ്സ് Q2S. 1999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാൻ അത് വാങ്ങിച്ചത്. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 2499 രൂപയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് റിയൽമി ബഡ്സ് Q2S എന്നും അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോയോ അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ആക്ച്വലി കാണാൻ സാധിക്കുന്നില്ല. വലതുവശത്ത് നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ ലോഗോയും കൂടാതെ 10 minutes ചാർജ് ഫോർ 3 hours പ്ലേ ബാക്ക്, 88 ms സൂപ്പർ ലോ ലേറ്റൻസി ഇൻസ്റ്റന്റ് കണക്ഷൻ എന്നും ഇടതുവശത്തും സെയിം നമ്മുടെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ 30 hours ടോട്ടൽ പ്ലേ ബാക്ക്, 10 mm ഡൈനാമിക് ബേസ് ഡ്രൈവർ, അതുപോലെ തന്നെ AIENC നോയ്സ് ക്യാൻസലേഷൻ ഫോർ കോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പിറകിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഏപ്രിൽ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3499 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2499 രൂപയാണ് നോർമൽ റേറ്റ്. ഇപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് 1999 രൂപയ്ക്കാണ് കാണാൻ സാധിക്കുന്നത്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് നൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. ഇതല്ലാണ്ട് വൈറ്റ്, ഗ്രീൻ അങ്ങനെ മറ്റ് 2 കളേഴ്സിലും അവൈലബിൾ ആണ്. റിയൽമി LinkApp ആയിട്ട് മറ്റുള്ള ഇയർബഡുകൾ പോലെ ഇതും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് കൂടെ കിട്ടുന്ന സാധനങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു യൂസർ ഗൈഡ്, അതുപോലെ തന്നെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകൾ, കൂടാതെ ഒരു നമ്മുടെ ടൈപ്പ് സി മിനി കേബിളാണ് യെല്ലോ കളറിൽ. പൊതുവേ നമ്മുടെ റിയൽമിയിലൊക്കെ കിട്ടുന്ന അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇയർബഡ് നമുക്ക് ലഭ്യമാകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്തതിൽ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ലെഡിന്റെ ഭാഗം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്. നമ്മുടെ ഇയർബഡുകൾ അവിടെ അതിനകത്ത് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഫിസിക്കലി ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ടൊരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുറകിലായിട്ടൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. എന്തായാലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് എടുത്ത് പറയേണ്ടത് ഇതിനകത്ത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു കേസിൽ കിട്ടുന്നത് പറഞ്ഞിട്ടില്ല. എന്നാൽ 30 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ 2.5 മണിക്കൂറാണ് നമുക്ക് ഈ ഒരു കേസ് 100% ചാർജ് ആകാനായിട്ട്. കൂടാതെ 10 minutes നമ്മൾ ചാർജ് കഴിഞ്ഞാൽ 3 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് കിട്ടുമെന്നുള്ളതാണ്. ഇനി കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇയർബഡുകൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. എന്തായാലും 2 പ്ലാസ്റ്റിക് കോട്ടിങ് ജസ്റ്റ് ഒന്ന് എടുത്ത് കളയുവാണെങ്കിൽ ഇതേണ്ടോ വളരെ മനോഹരമായിട്ട് സെയിം നമ്മുടെ റിയൽമി ബഡ്സ് Q2 ഉണ്ടല്ലോ അതിന്റെ ഡിസൈൻ തന്നെയാണ്. അതിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ റിയൽമി ബഡ്സ് Q2 ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അത് മിസ്സിംഗ് ആണ്. ഇവിടെ പലതും ആക്ച്വലി റിയൽമി ബഡ്സ് Q2 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മിസ്സിംഗ് ആണ്. എന്നാൽ ഇതിന് കുറച്ച് കാശ് കൂടുതലുമാണ്. അപ്പോൾ ഇനി ഇയർബഡുകളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയതാണ് ലിഡിന്റെ കാര്യം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ ഫീൽ ചെയ്യുമെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ഒന്നാണ്, നല്ല സ്ട്രോങ് ആണ് ആക്ച്വലി ഈ ഒരു കേസ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജസ്റ്റ് ഈ ഒരു കേസ് ഓപ്പൺ ചെയ്താൽ മതി. നമ്മൾ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പെയർ ചെയ്യുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്റ്റഡ് ആകും. അപ്പോൾ ഇനി നമ്മുടെ ഇയർബഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 mm ഡൈനാമിക് ബേസ് ബൂസ്റ്റ് പ്ലസ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. ഓരോ ഇയർബഡിലും നമുക്ക് എത്ര mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്ന് കമ്പനി പറഞ്ഞിട്ടില്ല. എന്നാൽ 7 മണിക്കൂർ നമുക്ക് സിംഗിൾ ചാർജിൽ പ്ലേ ബാക്ക് ടൈം ലഭ്യമാകും. 50 മിനിറ്റ് മതി നമുക്കിത് 100% ചാർജ് ആകാനായിട്ട്. വെറും 4.2 grams മാത്രമേ ഇതിന് വെയിറ്റ് ഉള്ളൂ കേട്ടോ. എന്തായാലും ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട ഡിസൈനിൽ ഈ ഒരു Q2ലുണ്ട ഡിസൈൻ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഗ്ലോസി ഡിസൈൻ നടുക്ക് വന്നേക്കുന്നത്. അവിടെയാണ് ആക്ച്വലി ആ ഒരു ടച്ച് കൺട്രോൾസും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ആ ഒരു വെയറിംഗ് കംഫർട്ടിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ANC ഇല്ല, അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. 2499 രൂപ കൊടുത്തിട്ട് നമുക്ക് ANC ഇല്ല എന്ന് പറയുന്നത് വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. എന്നാൽ ബഡ്സ് Q2ലും അതുപോലെ തന്നെ ഡിസോ ഗോപോഡ്സ് നിയോയിലും ഒക്കെ തന്നെ ആ ഒരു ANC അവൈലബിളും ആണ്. അതിന് ആക്ച്വലി ഇപ്പോൾ 2200 അല്ലെങ്കിൽ 1700 ഓഫർ സമയത്ത് കിട്ടുമെന്നുള്ളതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിത് റിയൽമി LinkApp ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് റിയൽമി LinkApp ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. റിയൽമി ബഡ്സ് Q2S കണക്റ്റഡ് ആണ്. അത് കണ്ടോ
ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് പെർസെൻറ്റേജ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എത്രയാണ് ബാറ്ററി പെർസെൻറ്റേജ്, അതൊക്കെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ സൗണ്ട് എഫക്ട്സിൽ ബേസ് ബൂസ്റ്റ് പ്ലസ് ഉണ്ട്, കൂടാതെ ബാലൻസ്ഡ് ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി കിട്ടും. ബേസ് ബൂസ്റ്റ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് കിട്ടും. ബ്രൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ട് കിട്ടും. കൂടാതെ വോളിയം എൻഹാൻസർ ഉണ്ട്. വോളിയം എൻഹാൻസർ ഓഫ് ചെയ്തുവാണെങ്കിൽ കുറച്ച് ഡൗൺ ആയിട്ട് കേൾക്കും, എന്നാൽ വോളിയം എൻഹാൻസർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ട് നമുക്ക് പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നതാണ്. കൂടാതെ നമുക്ക് ഡോൾബി അറ്റ്മോസ് നമുക്ക് ഇതിനകത്ത് വന്നിട്ട് മാനുവലി ഓൺ ആക്കാം. റിയൽമിയുടെ ഫോണുകളിലൊക്കെ തന്നെ ഈ ഒരു ഡോൾബി അറ്റ്മോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൺ ആക്കി ഇടാനൊക്കെ പറ്റും. എന്നാൽ ഇതിൽ ആക്ച്വലി സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഈ ഒരു ബഡ്സ് Q2S ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കൂടാതെ 88 ms സൂപ്പർ ലോ ലേറ്റൻസി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഗെയിം മോഡ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ആപ്പിൽ വന്നിട്ട് ഓൺ ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടൺ സെറ്റിംഗ്സിൽ പോയിട്ട് പ്രീസെറ്റ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നമ്മൾ ഒരുമിച്ച് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഗെയിം മോഡ് ഓൺ ആവുന്നതാണ്. അതുപോലെ തന്നെ ഓഫും ഒക്കെ ചെയ്യാൻ പറ്റും. കൂടാതെ മറ്റുള്ള ടച്ച് കൺട്രോൾസ് ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഡബിൾ ടാപ്പ് നമ്മൾ വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുവാണെങ്കിൽ പ്ലേ ആൻഡ് പോസ് ആവും. അതുപോലെ തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെഫ്റ്റിൽ മാറ്റിയിട്ട് നമുക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാം. എന്തായാലും അതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. കൂടാതെ ടച്ച് ആൻഡ് ഹോൾഡ് നമ്മൾ ഓരോ ബട്ടണിലും ചെയ്യുമ്പോഴത്തേക്ക് എന്തുവാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. എന്നാലും ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് റൈറ്റിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് വോയിസ് അസിസ്റ്റൻസ് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പിൽ നമ്മുടെ ഇയർബഡ് ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഇതിനകത്ത് AI/ENC നോയ്സ് ക്യാൻസലേഷൻ ഫോർ കോൾസ് എന്ന് അവർ ഹൈലൈറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇപ്പോൾ നമുക്ക് നോക്കാം അതൊക്കെ വർക്ക്ഔട്ട് ആകുന്നോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി ബഡ്സ് Q2S നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങുന്നുണ്ട്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇൻഡോറിനകത്ത് ആ ഒരു മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്തായാലും അത് നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇൻഡോർ മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ ഔട്ട്ഡോർ മൈക്ക് ക്വാളിറ്റി കൂടാതെ ലോ ലേറ്റൻസി ഒക്കെ വെച്ച് മറ്റൊരു വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് രേഖപ്പെടുത്തുവാണെങ്കിൽ അടുത്ത് തന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇനി ലോ ലേറ്റൻസിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി ലോ ലേറ്റൻസി ഓൺ ആക്കിയില്ലെങ്കിൽ പോലും യൂട്യൂബിലെ വീഡിയോസും അല്ലെങ്കിൽ നമ്മുടെ ഇന്റർണൽ പ്ലെയറിലെ വീഡിയോസ് എക്സ്റ്റേണൽ പ്ലെയറിലെ വീഡിയോസ് കാണാൻ പറ്റും. അതുകൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല. ഗെയിം മോഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ PUBG അല്ലെങ്കിൽ അതുപോലത്തെ ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും അതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ ചെയ്യാം. ഇനി നമ്മുടെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ SBC AAC കോഡൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ AAC-ലൊക്കെ പാട്ട് കേൾക്കുകയാണെങ്കിൽ 100% പാട്ട് കേട്ടാൽ പോലും ഒരു പതർച്ചയും അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. ഞാൻ തൂഫാനൊക്കെ 100% പാട്ട് കേട്ടും എന്താ പറയുക ഒരു പതർച്ചയില്ല. എന്നാൽ പോലും ഭയങ്കര ലൗഡ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഫീൽ തോന്നും. അത് എനിക്കാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണമെന്നില്ല. എന്തായാലും ബേസ് നല്ല ഡോമിനേറ്റഡ് ആണ്. ഈവൻ നമ്മുടെ ബാലൻസ്ഡ് മോഡിൽ പോലും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ പോലും ഇത് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ മ്യൂസിക് ക്വാളിറ്റിനെ കുറിച്ച് കൂടുതൽ ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. നല്ല അത്യാവശ്യം നല്ല റിച്ച് ക്വാളിറ്റി ഉള്ള ഒരു മ്യൂസിക് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒരു 60 to 70 ആണ് ആക്ച്വലി നമുക്ക് ആ ഒരു നല്ല ഫീലോട് കൂടിയിട്ട് പാട്ടുകൾ കേൾക്കാൻ പറ്റുന്ന ഒരു വോളിയം ലെവൽ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പോൾ 100 കേൾക്കുന്നത് 50 കേൾക്കുന്നത് അതൊക്കെ തന്നെ. എന്തായാലും ഏതൊരു ലെവലിൽ ഇട്ടാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. 1999 നമുക്കിത് വർത്ത് ബൈയിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ANC കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക കണ്ണും പൂട്ടി നമുക്ക് വാങ്ങിക്കാമായിരുന്നു. ഇത് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ Q2 ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൽ ANC ഉണ്ട്. അതിന് ചിലപ്പോൾ പല സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ 1799 കിട്ടാറുണ്ട്, അല്ലെങ്കിൽ 1999 ആ ഒരു സംഭവം ANC വെച്ചിട്ട് കിട്ടാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ലാന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും പിന്നെ ഈ ഒരു മൈക്ക് ക്വാളിറ്റിയും വെച്ചിട്ടൊക്കെ നോക്കുവാണെങ്കിൽ Q2-നേക്കാളും പെർഫെക്റ്റ് ആണ്. എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ മനസ്സിലാകും. ഞാനും നോക്കാം ഈ ഒരു രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ റിയൽമി ബഡ്സ് Q2S-നെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായല്ലോ അല്ലേ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.